ശിവപ്രസാദ് മാഷേ, ഈ വി.ഡി. സതീശനും അതുപോലെ ശിവൻകുട്ടിയും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും തമ്മിലുള്ള ആ ഡയലോഗ്, ഒരു ഡയാട്രൈബിൻ്റെ ലെവലിലെത്തുന്ന ഒരു ഡയലോഗ്, ആ ഒരു നിലവാരം നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ നിലവാരത്തിൻ്റെ ഒരു മുഖക്കണ്ണാടിയല്ലേ അത് വാസ്തവത്തിൽ? ഉറപ്പായും നമ്മുടെ യോദ്ധ സിനിമയാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. യോദ്ധ സിനിമയിലേ ഈ ജഗദീഷ് ശ്രീകുമാറും പിന്നെ മോഹൻലാലും തമ്മിലുള്ളൊരു കൊടുക്കൽ വാങ്ങലുണ്ടല്ലോ, വാക്കുകളുണ്ടല്ലോ, പിന്നെ കിലുക്കം, ഇതിലൊക്കെ ഇങ്ങനെ പല പല സിനിമകൾ നമുക്ക് പെട്ടെന്ന് മിന്നിമായി. എന്തായാലും പിന്നെ ഇത് ചില നിലവാരങ്ങളിലേക്ക് വെളിച്ചം വീശുന്നുണ്ട്. ചുട്ട മറുപടി കൊടുക്കേണ്ടടുത്ത് കൊടുക്കും എന്നൊക്കെ സതീശൻ പറയുന്നുണ്ട്. ഒക്കെ ശരിയാണ്. ഇത് ഇങ്ങനെ മറുപടി അല്ലാതെ കൊടുക്കാമല്ലോ. അതായത് ഓരോ ദിവസവും കഴിയുന്നതോറും തരം താഴ്ന്നു വരുന്ന നമ്മുടെ പിന്നെ രാഷ്ട്രീയ നേതാക്കളെ, നമ്മളെ നയിക്കേണ്ടവരുടെ നിലവാരമാണ് ഈ പറഞ്ഞത്. അത് നമുക്കിപ്പോൾ ഇവിടെ ഇരുന്ന് പറയാൻ കഴിയാത്ത ചില വാക്കുകൾ പോലും അദ്ദേഹം ഉപയോഗിച്ചു എന്നുള്ളത്. ഇപ്പോൾ ഇവൻ അവൻ എന്നൊക്കെ പറഞ്ഞ ചില, പക്ഷേ ഈ പ്രാദേശികമായി അല്ലെങ്കിൽ ചിലപ്പോൾ കേരളത്തിൻ്റെ രണ്ട് മൂലകൾ തമ്മിലുള്ള ചിലപ്പോൾ അത്തരം പ്രയോഗങ്ങളൊക്കെ ചിലപ്പോൾ മാറിപ്പോകും. പക്ഷെ അതിനൊക്കെ നമുക്കൊരു പരിധി വരെ പിന്നെ നമുക്കത് ക്ഷമ്യമാണ്. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകാമെന്ന് പറഞ്ഞാൽ, അതായത് ഈ പിന്നെ സോണിയാഗാന്ധിയെക്കുറിച്ച് ശിവൻകുട്ടി നടത്തിയ പരാമർശങ്ങളിൽ ആണ് പ്രശ്നം. അതിൻ്റെ സ്വർണം വേണമെങ്കിൽ അവിടെ ചെന്ന് നോക്കണം, റേഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ പ്രകോപിതനായി വി.ഡി. സതീശൻ. പിന്നെ ഇപ്പോൾ പ്രകോപിതനാവുന്നതിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടായേക്കാം. സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്യണം, അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ സതീശൻ എന്ന് വെച്ചാൽ ഇപ്പോൾ സോണിയയ്ക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ സോണിയെ ശ്രദ്ധിക്കും. അത് കൂടുതൽ ഭക്തി കാണിക്കാനുള്ളൊരു സംഭവത്തിൻ്റെ ഭാഗമായിട്ട് ഉറഞ്ഞു തുള്ളുമായിരുന്നു. അപ്പോൾ പണ്ട് കലോത്സവ വേദി വെച്ചിട്ട് പിന്നെ കലോത്സവങ്ങളൊക്കെ വിജയകരമായി നടത്തുന്ന ശിവൻകുട്ടിയെ പിന്നെ 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 ഈ പൂക്കൾ പോലെയുള്ള വാക്കുകൾ കൊണ്ടാണ് പിന്നെ സതീശൻ പറഞ്ഞത്. അതേ സതീശനാണ് ഇന്നിപ്പം എടാ പോടാ നീ ഇവൻ അവൻ പിന്നെ പറയുന്നില്ല അങ്ങനെയുള്ള ചില വാക്കുകളൊക്കെ. ഇത് വാസ്തവത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ പഴയ തറ എന്ന് പറയുന്നത് അതാണ് ഞാൻ ഫ്ലോർ എന്നാണല്ലോ പറയുന്നത്. ഫ്ലോർ എന്നാണ്. അപ്പോൾ ഇതിനകത്ത് അതെ ഫ്ലോറിലാണ് ഇതിൻ്റെ. അപ്പോൾ അതിനകത്ത് വാസ്തവത്തിൽ ഞങ്ങളിൽ പിന്നെ ഏറ്റവും വലിയ തറയാര് എന്നുള്ള മത്സരമാണ് ഇന്ന് നടന്നത്. സത്യം. ഞങ്ങളിൽ ഈ നമ്മൾ തറ മൂത്ത് കൂതറയാവും എന്ന് പറയുന്നുണ്ട്. എന്ന് ഞങ്ങളിൽ കൂതറയാര് എന്നുള്ളതാണ് വാസ്തവത്തിൽ ഇന്നലെ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവല്ലേ. നമ്മൾ പിണറായി വിജയനെ കുറിച്ചിട്ടുള്ള ചില പരാമർശങ്ങൾ, അദ്ദേഹത്തിന് ചില പരാമർശങ്ങൾ പിൽക്കാലത്ത് അതിൻ്റെ ശരിതെറ്റുകൾ ചികയട്ടെ, പക്ഷേ എങ്കിലും ചില കടുത്ത പരാമർശങ്ങൾ പിണറായി വിജയൻ നടത്തിയത് പിന്നെ ശരിയായില്ല എന്നുള്ള അഭിപ്രായം ഈ സതീശൻ എന്നുള്ളതല്ല, കേരളം മുഴുവൻ പറഞ്ഞതാണ്, അവരുടെ പാർട്ടിക്കാർ പോലും പറഞ്ഞതാണ്. അത് വേണ്ടായിരുന്നു എന്ന് പറയും. ഒരുപക്ഷെ വളരെ കൃത്യമായി തന്നെ ആയിരിക്കും പിണറായി വിജയൻ ഊഹിച്ച് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ കൂടി അപഗ്രഥനം ചെയ്തുകൊണ്ടുള്ള ചില വാക്കുകൾ പറഞ്ഞിട്ടുണ്ടാവുക. അത് വേണമോ വേണ്ടേ എന്നുള്ള വേറെ കാര്യം. അദ്ദേഹത്തിൻ്റെ പ്രായം ഒരു ഭാഗത്ത്, പ്രായം കൂടുതലാണെങ്കിൽ പറയാമെന്നുള്ളത് വേറെ കാര്യം. പക്ഷേ എങ്കിലും ഈ നമ്മൾ നാട്ടിൽ ചില ആൾക്കാർ പറയുന്ന പോലെ സതീശൻ മറ്റൊരു പിണറായി ആവാനുള്ള ശ്രമമാണ് എന്നുള്ളത് പറയുന്നത്. ഇനി ഭരണത്തിൽ കയറി കഴിയുമ്പോൾ ഈ പറഞ്ഞതുള്ളതെങ്കിൽ ഭരണത്തിൽ കൂടി കയറി കഴിഞ്ഞാലുള്ള അവസ്ഥയുണ്ട് പറയുന്ന ആൾക്കാരുണ്ട്. വാസ്തവത്തിൽ ഇതൊരു പിന്നെ മുഖ്യമന്ത്രി പദം കാക്ഷിക്കുന്ന ഒരാളിന് ചേരുന്ന ഉചിതമായ പദങ്ങളല്ല അദ്ദേഹം ഉപയോഗിച്ചത്. അത്രമേൽ ഭാഷ കേട്ടായിരുന്നു. പിന്നെ ഇത് പഴയ രാഷ്ട്രീയ നേതാക്കൾ എത്ര പിന്നെ ബദ്ധ രാഷ്ട്രീയമായി ശത്രുപക്ഷത്താണെങ്കിലും ഈ ഒരു വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ കടുത്ത വാക്കുകൾ എന്നൊക്കെ പറഞ്ഞാൽ വേറൊരു തലത്തിലാണ് വരുന്നത്. അല്ല, കടുത്ത വാക്കുകൾ പോലും എത്ര സുന്ദരമായ ശൈലിയിലും സാഹിത്യത്തിലും അത് ശരിക്കും നമുക്ക് മാതൃകയായിട്ടുണ്ട്. ആ രീതിയിലായിരുന്നു അവരുടെ സംഭാഷണങ്ങൾ തന്നെ. തീർച്ചയായിട്ടും അല്ല, ഈ സതീശൻ വായിക്കുന്ന ഒരാളാണ്. അതെ, എന്നിട്ടും സതീശൻ വായിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ പുസ്തക വായനയൊക്കെ അദ്ദേഹത്തിനുണ്ട്. നല്ലൊരു വായനക്കാരനാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു പിന്നെ അറിവ് അദ്ദേഹത്തിനുണ്ട്. ആ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ടും അദ്ദേഹം മാറുന്നില്ല എന്നുള്ളതാണ്. അപ്പം അണികളെ പിന്നെ ഒന്ന് പിന്നെ പുളകിതരാക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ പണ്ട് കണിയാപുരം രാമേന്ദ്രൻ ഒക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പലവട്ടം പിന്നെ സുന്ദരമായ പ്രഭാഷണം, എന്തൊരു മനോഹരമായി അയാൾ വേദി അറിഞ്ഞ് സംസാരിക്കും. ഈ ഗ്രേഡ് ആൾക്കാരുടെ കൂടിയിരിക്കുന്ന ആൾക്കാരുടെ പിന്നെ ഒന്ന് അസസ് ചെയ്യും. ഇത് എന്ത് പറഞ്ഞാലാണ് അത് കണിയാപുരത്തിന് അറിയാം. കണിയാപുരം ആ ലെവലിൽ സംസാരിക്കും. ഒറ്റയടി കണിയാപുരം ഉയരും. അതേപോലെ അദ്ദേഹം ഇറങ്ങി വരും. പല വാക്കുകളും ഒരുപക്ഷെ നമുക്ക് പരസ്യമായി ഒന്നും പറയാൻ പറ്റാത്ത വാക്കുകൾ, പക്ഷെ അതിനകത്ത് പോലും അതിനകത്തൊരു കാവ്യാത്മകത ചാലിച്ച് വളരെ മനോഹരമായിട്ട് പറഞ്ഞു. ആൾക്കാർ ഇത് ഓർത്തോർത്തോർത്ത് പിന്നീട് ഇതൊക്കെ ഇത് ആശാൻ ഇതല്ലോ പറഞ്ഞതെന്ന്. ഇത് അങ്ങനെയല്ല, പച്ചയ്ക്ക് അങ്ങ് വിളിച്ച് പറയുക. അതായത് പിന്നെ ഒരു അമിത ഭക്തി കോൺഗ്രസ് ഹൈക്കമാൻഡിനെ കാണിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗവും കൂടിയാണെന്നാണ്. അങ്ങനെയല്ലേ അത്? അതെ, തീർച്ചയായിട്ടും. അതുപോലെ ഒരുപാട് പറയാനുണ്ട് പഴയ അസംബ്ലികളെക്കുറിച്ച്. PKV അളന്നു തൂക്കിയ തുടം വച്ച വാക്കുകൾ കൊണ്ട് സംസാരിക്കുന്ന ആൾ. ആ ശൈലി തന്നെ. KP പ്രഭാകരൻ എത്ര മനോഹരമായ പ്രഭാഷണമായിരുന്നു.
KP രാജേന്ദ്രൻ അത്രയും പറയില്ല, എങ്കിലും കുറച്ചും അസഭ്യമായ ഭാഷ ഉപയോഗിക്കുന്ന ആൾക്കാരായിരുന്നു. പക്ഷേ പണ്ടൊരു കാലത്ത് CBC വാര്യർ ഉണ്ടായിരുന്നു, ഇവരോട് ഉപമിക്കാൻ പറ്റിയാൽ. CBC പെണ്ണമ്മ ജയക്കബും കൂടി അസംബ്ലിയിലുള്ള സമയത്ത് അൺപാർലമെൻ്ററി ആയിട്ട് പെരുമാറിയ ഒരു മനുഷ്യനാണ്. സുന്ദരനാണ്, സുമുഖനാണ്, കരിപ്പാട്ടുകാരനുമൊക്കെയാണ്, കാര്യം ശരി. പക്ഷേ സ്ത്രീയും കൂടി ഇരിക്കുന്നത് ഒരു സ്ഥലത്ത് അൺപാർലമെൻ്ററി ആയിട്ട് വലിയ വിഷയമായിട്ട് സംഭവിച്ചേനേയും. അത് കാരണം വേറെ നിയമങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്, ജാഗ്രതയായിട്ടുണ്ട്. നിയമങ്ങൾക്ക് കുറച്ചുകൂടെ പല്ല് വെച്ചിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ് സത്യാനന്തര കാലഘട്ടം എന്ന് പറയുന്നത്. ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ സർഗാത്മകമായിട്ടുള്ള പ്രഭാഷണങ്ങൾ നമ്മൾ അസംബ്ലിയിലുള്ള നിയമസഭാ ലൈബ്രറിയിലുള്ള രേഖകൾ പരിശോധിച്ചാൽ കാണാം. നല്ല സുന്ദരമായ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുള്ള എത്രയോ പേര് തറയിൽ നിന്ന് സംസാരിക്കുമ്പോൾ അവരുടെ ഇത് വാക്കുകൾ കേൾക്കാനൊരു നമ്മൾ ഗാലറിയിൽ, പ്രസ് ഗാലറിയിൽ ഇരിക്കുന്ന ആളുകൾക്കും അതൊരു വലിയ കൗതുകമായിരുന്നു. കവിത പോലെ, ചിലപ്പോൾ സാഗരഗർജനം പോലെ ഇങ്ങനെയൊക്കെ പ്രഭാഷണങ്ങൾ മാറി മാറി വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കടമ്മനിട്ട രാമകൃഷ്ണനും അവിടെ അസംബ്ലി ഫ്ലോറിൽ ഉണ്ടായിരുന്നതാണ്, അദ്ദേഹവും അവിടെ ഉണ്ടായിരുന്നു, സുന്ദരമായ പ്രഭാഷണം. അതുപോലെ തന്നെ പലരും വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ, പരിസ്ഥിതിയെക്കുറിച്ച് ക്ലാസ് എടുത്ത ഒരു മന്ത്രി പോലും ഉണ്ട്, തൃശ്ശൂരിൽ നിന്നുള്ള ഉണ്ടായിരുന്നു അല്ലേ. പരിസ്ഥിതിയെക്കുറിച്ച് MLA-മാർക്ക് ക്ലാസ് എടുത്തു കൊടുത്ത ഒരു മന്ത്രി പോലും ഉണ്ടായിരുന്നു. അങ്ങനെ അല്ലേ, എല്ലാ തരത്തിലും പ്രഗത്ഭന്മാരുണ്ടായിരുന്നിടത്ത് ഇങ്ങനെ തറ എന്ന് പറയുന്ന ഫ്ലോറിൻ്റെ തുല്യ പര്യായ പദമായിട്ടുള്ള ഫ്ലോർ എന്ന് പറയുന്നതിനെ തറയാക്കി മാറ്റുന്ന ഇതുപോലുള്ള ആൾക്കാർ സത്യം പറഞ്ഞാൽ നമുക്കൊരു നാണക്കേട് തന്നെയാണ്. ശിവൻകുട്ടി പോലും ശിവൻകുട്ടി നിയമസഭയിൽ കാട്ടിക്കൂട്ടിയത് അത് ഒരു പ്രസ്ഥാനം അന്ന് എതിർക്കാൻ തീരുമാനിച്ചു, അന്ന് കാട്ടിക്കൂട്ടി. പക്ഷെ അതൊക്കെ വളരെ പച്ചയായിട്ട് ഇന്നലെ അദ്ദേഹം, ഇത് കേരളം എത്രയോ വട്ടം ചർച്ച ചെയ്തതാണ്. പക്ഷെ അദ്ദേഹം ശിവൻകുട്ടിയും വിട്ടില്ല. ഇത് കഴിഞ്ഞ വിനായക് ദാമോദർ സതീശൻ, ഞാൻ രാഷ്ട്രീയം തുടങ്ങിയപ്പോഴത്തേക്ക് ഇയാൾ വള്ളി നിൽക്കട്ട് കൊണ്ട് നടക്കുകയാണ്. അത് ഇതൊക്കെ നമ്മൾ ഈ കൊച്ചു പിള്ളേർ സ്കൂളിൽ അസംബ്ലി ലൈവ് കാണുക. ഞങ്ങൾ ഒരുമിച്ച് നിന്നാൽ ഒരുമിച്ച് നിന്ന് എന്താ ചെയ്ത് കഴിഞ്ഞാൽ സതീശൻ മൂത്രം ഒഴിച്ചു പോകും. ഇതൊക്കെ നമ്മുടെ ഒരു മന്ത്രിയാ പറയുന്നത്. ഇദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്ന ആളല്ലേ. ഇദ്ദേഹം ഒന്നും മിണ്ടായിരുന്നെങ്കിൽ അന്ന് കാണിച്ചു, ഓക്കെ, അത് പാർട്ടി തീരുമാനം എടുത്തു, ചെയ്തു എന്നൊക്കെ പറയാം. ഇതങ്ങനെയാണോ? അത് എവിടെയാണ് ഞാൻ പ്രതികരിക്കേണ്ടത്, എവിടെയാണ് ഞാൻ മൗനമായിരിക്കേണ്ടത് എന്നറിയാൻ പാടില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവും ഒരു വിദ്യാഭ്യാസ മന്ത്രിയും, ഏറ്റവും നമ്മളിൽ ആരാണ് ഏറ്റവും വൃത്തികെട്ടവൻ തറ എന്ന് പറയും. സതീശൻ മാതൃകയാക്കേണ്ടത് ശശി തരൂരിനെയാണ്. മാഷെ ഞാൻ പറയാം, ഞാൻ ബ്രിട്ടീഷ് പാർലമെൻറ്റിലാണെന്ന് തോന്നുന്നു, എൻ്റെ സബ്ജക്റ്റ് ടു കറക്ഷൻ, മാഷ് കറക്റ്റ് ചെയ്യണം. ഒരു സഭയിലെ ആദ്യമായിട്ട് വന്ന അംഗം, അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടു വന്ന അംഗം, അദ്ദേഹം ആദ്യമായിട്ട് പ്രഭാഷണം നടത്തുകയാണ്. അപ്പോൾ അദ്ദേഹമാണ് തുടക്കം ഇങ്ങനെ ഐ കൺസീവ് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ഉൾക്കൊള്ളുന്നു, എൻ്റെ ഐഡിയ ഇതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇയാൾക്ക് വാക്കുകൾ വരുന്നില്ല പരിഭ്രമം കൊണ്ട്. അപ്പോൾ മറ്റൊരു മെമ്പർ പെട്ടെന്ന് ഇടപെട്ടിട്ട് മൈ ഫ്രണ്ട് സോ ആൻഡ് സോ കൺസീവ്ഡ് 3 times ബട്ട് ഡെലിവേർഡ് നത്തിങ്. ബ്രദർ, രണ്ടർത്ഥത്തിലും ശരിയായിട്ടുള്ള ആ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആ ഒരു സന്ദർഭം അല്ലേ ബ്രിട്ടീഷ് പാർലമെന്റിലല്ലേ അത്. പക്ഷേ അതിനകത്തൊരു സംഭവിച്ചല്ലേ, ഈ നമ്മളൊരു നമുക്ക് ചില പ്രത്യേക കഴിവുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇത് എവിടെ പ്രയോഗിക്കണം? ഇപ്പം ശിവൻകുട്ടിയെ സംബന്ധിച്ചിട്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് അടുത്ത കാലത്താണ് ഈ നാക്കുപിഴ കൂടുതൽ. അദ്ദേഹത്തിന് ചില വയ്യായികളുണ്ട്. അപ്പോൾ ചോദിക്കും വയ്യായി വീട്ടിൽ പോയി ഇരുന്ന് ഇവിടെ ചോദിക്കും, സേവിച്ച് അടം കൊടുത്ത് വാശി ചെയ്ത് ഇങ്ങനെ ചോദിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എങ്കിലും വയ്യായിക്ക് ആർക്കും വരാം. ചിലപ്പോൾ ചില ഈ വിക്കുകളൊക്കെ ഇപ്പം നമ്മളിനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷേ അതിനെയൊക്കെ എടുത്ത് ഈ ശിവൻകുട്ടിക്കെതിരെയുള്ള ആക്രമണം എന്ന് പറയുന്നത് ആ നിയമസഭ അന്ന് തുടങ്ങിയ ഇതാണ്. അപ്പോൾ അതെങ്കിലും മേലൊരു പാഠമാകണം. പക്ഷേ ഇതിനെ അടിക്കാവുന്ന സമയത്തൊക്കെ ശിവൻകുട്ടി അടിക്കുകയും ശിവൻകുട്ടി ഒട്ടും വിട്ടുകൊടുക്കുക. ആ നിലവാരത്തിൽ നിന്ന് ശിവൻകുട്ടി ഇപ്പോഴും താഴേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതാണ് പോയിട്ടുള്ളത്. വേറൊരു കാര്യം, സീതികാജി സുഗതകുമാരിയെ കയറി പെണ്ണെന്നൊക്കെ വിളിക്കുകയും ചെയ്ത് അവിടുത്തെ നാട്ടുഭാഷയുടെ ഭാഗമാണ്. ഈ കേനാരും അങ്ങനെ നാട്ടുഭാഷകൾ ഉപയോഗിക്കാറുണ്ട്, ആർക്കും അതിലൊരു വിരോധം തോന്നാറില്ല. ഇദ്ദേഹം സീതിഹാജി ഒരിക്കൽ ചോദിച്ച ചോദ്യം അതുപോലും ഇതിനേക്കാൾ എത്ര നിലവാരമുള്ളതാണ്. മരം വേണം, മഴ ഉണ്ടാവണമെന്ന് പറഞ്ഞ് വലിയ വാദം ഉന്നയിപ്പോൾ കടലിൽ എത്ര മരം ഉണ്ടായിട്ട് അവിടെ മഴ പെയ്യുന്നത് എന്നൊരു ചോദ്യം. അതൊരു കിപ്പാണ്. അതിന് നമുക്ക് അല്ലേ, അങ്ങനെയുള്ള വിറ്റുകളാണെങ്കിൽ പോലും തീർച്ചയായിട്ടും നമുക്കത് സഹിക്കുകയും ആസ്വദിക്കുകയും ചെയ്ത. പക്ഷേ ഈ എടാപോട വിളി എന്നൊക്കെ പറയുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നിലവാരം കുറഞ്ഞ അങ്ങാടിയിലെ ചർച്ച പോലെ ചന്തയിലെ ഒക്കെ അവർ ഭാഷ ഇവരെ പോലെ പഠിച്ചവരല്ല, ഇതുപോലെ ഫെസിലിറ്റി കിട്ടുന്നവരല്ല. അവരുടെ സാഹചര്യം അതാണ്. അങ്ങനെ പറയുന്ന ആൾക്കാർ സംസാരിക്കുന്ന പോലെ സംസാരിച്ചിട്ട് നാട്ടുകാരെ കേൾപ്പിക്കുക എന്ന് പറഞ്ഞാൽ
നമ്മുടെ മന്ത്രിമാരുടെയൊക്കെ നിലവാരം. ബ്രിട്ടീഷ് പാർലമെൻറ്റ്, അമേരിക്കൻ പാർലമെൻറ്റ് പോലും ഇതിനേക്കാൾ എത്രയോ നിലവാരത്തിലാണ്. ഇങ്ങനെയുള്ള സംഭാഷണങ്ങൾ അവിടെ എന്തെങ്കിലും കേട്ടതായിട്ട് ഇത്രയും നിലവാരമില്ലാത്ത ഒരു പറ്റം മന്ത്രിമാർ ഉള്ള മന്ത്രിസഭ ഇന്ന് വരെ ഉണ്ടായിട്ടില്ലെന്ന് കൂടി സഹിച്ചു പറഞ്ഞു. തീർച്ചയായിട്ടും ലോകത്തൊരിടത്തും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോലും കാണുകയില്ല. അല്ല, എനിക്ക് ഇത് ഇവർക്ക് തന്നെ ഒരു കൂട്ടുത്തരവാദിത്തമുണ്ട്. എന്ത് പറയണം, എന്ത് പറയരുത്, എവിടെ ആലോചിച്ചതിന് ശേഷമേ പറയാവൂ, അങ്ങനെയൊന്നും ഇല്ല ഇപ്പോൾ വാസ്തവത്തിൽ. അവിടെ PM ശ്രീയിൽ ഒപ്പിടാൻ ആരോപണമൊന്നും സഖ്യകക്ഷി അറിയുന്നില്ല. ഓരോ മന്ത്രിമാരെ എനിക്ക് സീറ്റുണ്ട്, ഞാൻ മത്സരിക്കുന്നില്ല. വാസ്തവത്തിൽ ഇതെല്ലാം കൂടി ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു വിഷയം കൂടിയുണ്ട്. എത്ര പ്രകോപിതരായാലും പറയരുത്. ഇവിടെ ആ പാർട്ടിക്കുള്ളൊരു ഗ്രിപ്പുണ്ടല്ലോ, അത് എനിക്ക് തോന്നുന്നു ഈ അന്തിച്ചർച്ചകളിലും ഒക്കെ ഒരു സംസ്കാര നിലവാര അധപ്പതനം ഉണ്ടായിട്ടുണ്ട്. അത് മന്ത്രിമാരും കൂടെ അങ്ങ് ഉൾക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. മൊത്തത്തിലുള്ള സത്യാനന്ദ കാലത്ത് ഈ നിലവാര തകർച്ചയുടെ വളരെ ജുഗുപ്സാവഹമായിട്ടുള്ള ലജ്ജാവഹമായിട്ടുള്ള ഒരു അരങ്ങേറ്റമാണ് നമ്മൾ അസംബ്ലികളിൽ പോലും കാണുന്നത്. മാത്രമല്ല, സത്യപ്രതിജ്ഞ ഞാൻ അധികാരം ഏറ്റെടുക്കുന്ന ഒരു മന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്, ഞാൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളാണ് എന്ന ഒരു തിരിച്ചറിവ് പോലും ഇല്ലാതെ വഴി കടന്ന് തമ്മിലടിച്ച് വൃത്തികെട്ട വാക്കുകൾ പറയുന്നത് ജനം തീരുമാനിക്കട്ടെ. അതെ, ഇവർക്ക് കുട്ടികളെ ഉപദേശിക്കാൻ, അവർക്ക് മാതൃക കാട്ടി റോൾ മോഡലാകേണ്ട ഇവരെ ഇങ്ങനെയൊക്കെ പെരുമാറിക്കഴിഞ്ഞാൽ കുട്ടികൾ വഴിവരച്ച് പോകുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആ മന്ത്രി ഇങ്ങനെയല്ലേ പറയുന്നത് എന്ന് കുട്ടി പറഞ്ഞാൽ നമുക്ക് മറുപടി ഇല്ലാതാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.